ചായയുടെ കൂടെ കഴിക്കാൻ നിങ്ങൾക്ക് കുറച്ച് ബിസ്ക്കറ്റ് ആയാലോ? നമ്മളൊക്കെ ബിസ്ക്കറ്റ് വാങ്ങി വാങ്ങി കഴിക്കാറില്ലേ? അത് ഉണ്ടാക്കുന്ന കോലം നിങ്ങൾ കണ്ടോ? ഒരുത്തന് അത് ശുദ്ധമായ കാലുകൊണ്ട് ചവിട്ടി ചവിട്ടി കൊടുക്കുന്നു, ഒരുത്തൻ പാക്കാക്കുന്നു. അങ്ങ് ബീഹാറിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും കുറേ ബിസ്ക്കറ്റും റസ്ക്കും പലഹാരങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെയാണല്ലോ അവസ്ഥ. ഇതൊക്കെയല്ലേ നമ്മൾ പുതിയ പാക്കിംഗ് കാണുമ്പോൾ വാങ്ങി കഴിക്കാറ്. ഏത് വഴിയിലൂടെയാണ് നമുക്ക് പണി വരുന്നത് നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നല്ല നല്ല ഫുഡ് കഴിച്ച് ജീവിച്ചോ മക്കളെ. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ന്യൂഡിൽസ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോസ് ഞാൻ കണ്ടിന്. നിങ്ങൾ കണ്ടിനോ അറിയില്ല. ഭയങ്കരമായ വൈറലായ ഒരു ന്യൂഡിൽസ് വീഡിയോ ആണത്. അത് കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടാൽ തന്നെ നമ്മൾ ഛർദ്ദിച്ച് ഒരു വഴിക്കാവും അങ്ങനത്തെ. എന്നിട്ട് നമ്മളിപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ന്യൂഡിൽസ് വാങ്ങി കഴിക്കാറില്ലേ? ഇതൊക്കെയാണ് അവസ്ഥ. എത്ര കണ്ടാലും നമ്മൾ പഠിക്കില്ല. അങ്ങനെ ഒരു ഇതുണ്ട് നമുക്ക്. ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ട് നിങ്ങൾ ഇനി പറയും, ഇനി ഞാനത് വാങ്ങത്തില്ല. പക്ഷേ എന്താ, ഒരാഴ്ച കൃത്യം ഒരാഴ്ച അത് വാങ്ങാതിരിക്കും. പിന്നെ ആദ്യം കാണുമ്പോൾ വാങ്ങും. ഇത്രയേ ഉള്ളൂ. മലയാളികളെന്ന് വെച്ചാൽ ഇങ്ങനെയാണ്. നമ്മളൊരു കാര്യം വേണ്ടെന്ന് വെച്ചാൽ മാക്സിമം ഒരാഴ്ച, പിന്നെ അത് കഴിഞ്ഞാൽ ആദ്യം തുടരും. എന്താണല്ലേ, ഇങ്ങനെയൊക്കെ പോയാൽ മതിയോ? ആരോഗ്യം ശ്രദ്ധിക്കണ്ടേ? അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ഇനിയെങ്കിലും ശ്രദ്ധിച്ച് കഴിക്കാൻ നോക്ക്. കുട്ടികൾക്കൊന്നും തീരെ വാങ്ങി കൊടുക്കാതിരിക്കുക. എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. ഓക്കെ, നന്ദി.